ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഇത് സ്പെഷ്യലായിട്ട് ഒരു വാഞ്ചോ പുഡിങ് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. 2 ലെയറിലിരിക്കുന്ന പുഡിങ്ങാണ്. ഒന്ന് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഒന്ന് വാനിലയുടെ ഫ്ലേവറിലുള്ള 2 ലെയറായിട്ട് ഇരിക്കുന്ന ഒരു പുഡിങ്ങാണ് വാഞ്ചോ പുഡിങ്. വാഞ്ചോ കേക്ക് പോലെ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന പാലിനനുസരിച്ചാണ് ചൈന ഗ്രാസ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് കുതിർക്കാനായിട്ട് വെക്കാം. ചൈന ഗ്രാസ് കുതിർന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. 250 ml 3 കപ്പ് പാലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റാണ്. ഏത് പുഡിങ് ആയാലും കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവുമല്ലോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് 1/4 കപ്പാണ് ചേർക്കുന്നത്. അത് ഈ ഒരു സമയത്ത് തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അപ്പോൾ സ്റ്റൗവിൽ വെച്ച ശേഷം മിക്സ് ചെയ്യാൻ നിൽക്കരുത്. അപ്പം അടി പിടിക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തിളപ്പിച്ചെടുക്കണം. അതേ സമയം തന്നെ നമുക്ക് ആ ഒരു കുതിർത്തിട്ടുള്ള ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അത് വേറൊരു പാനിലിട്ടിട്ട് അത് മെൽറ്റാക്കി എടുക്കാം. രണ്ടും ഒരേ ചൂടിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ട് ബാക്കി കണ്ടൻസ് മിൽക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സും ഈ ഒരു പാലും ഒരേ ചൂടിലായിരിക്കുമ്പോൾ വേണം കേട്ടോ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പാല് വിരിഞ്ഞു പോകാമെന്നൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ ചൈന ഗ്രാസിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതൊന്ന് തിളച്ചങ്ങ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ കൂടുതൽ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ പാല് പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇത് 2 ബൗളിലായിട്ട് ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ലെയറായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ തവണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ലെയറിലാക്കി വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. വാനിലയുടെ ഒരു വൈറ്റ് ലെയറിനും ഒന്ന് ചോക്ലേറ്റ് ലെയറിനും വേണ്ടിയിട്ടാണ്. 2 ഈക്വലായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 50 ഗ്രാം കുക്കിംഗ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ആ ചൂടോട് കൂടെ തന്നെ ഒഴിക്കുമ്പോൾ അത് അങ്ങനെ കിടന്നിട്ട് മെൽറ്റായിക്കോളും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴേക്ക് തന്നെ അത് മെൽറ്റായി വരും. പിന്നെ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഡാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറൊക്കെ മതി. അങ്ങനെ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ തന്നെ ആ ചൂടോട് കൂടെ തന്നെ അതും നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാലെടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. കട്ട കിട്ടുന്ന പേടിയുണ്ടെങ്കിൽ. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ലെയർ ഇങ്ങനെ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ഫ്രീസറിലൊരു 10 മിനിറ്റ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ വെക്കുകയാണ് നല്ലത്. എന്നാൽ അത് മറ്റേ മിക്സ് ഉണ്ടല്ലോ, അത് സെറ്റാവുന്നതിന് മുന്നേ തന്നെ ഇത് സെറ്റാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പാത്രത്തിൽ കിടന്നിട്ട് സെറ്റായിക്കോളും. ചൂടാറുമ്പോഴേക്കും അത് സെറ്റാവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക. എന്നിട്ട് അത് സെറ്റായ ശേഷം അതിൻ്റെ മുകളിലേക്ക് സൂക്ഷിച്ചിട്ട് മെല്ലെ അടുത്തുനിന്ന് ഒഴിച്ചു കൊടുക്കുക. മുകളിലെ ലെയർ ഈ ഒരു വാനില ലെയർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാൻ വേണ്ടി വെക്കാം. അതേസമയം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കുക്കിംഗ് ചോക്ലേറ്റിൻ്റെ 500 ഗ്രാമിൻ്റെ ബാറിൽ നിന്ന് ഒരു ബാർ എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാം 125 ഗ്രാം ഉണ്ടാവും. അതിലേക്ക് ഒരു പീസും കൂടെ എടുത്തിട്ട് ടോട്ടൽ 150 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 75 ഗ്രാം വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒരു പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മൾ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതിയിട്ട്. നമ്മൾ സാധാരണ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അത് നമ്മുടെ ആ ഒരു ക്രീം ഒന്ന് ചൂടായി വന്നാൽ മതി. എന്നാൽ തന്നെ ആ ഒരു ചോക്ലേറ്റ് അതിൽ നിന്നിട്ട് മെൽറ്റായിക്കോളും. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കുക. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. പിന്നെ നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയ ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കാനായിട്ട് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷയ്ക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 75 ഗ്രാം
ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്. അത്രയൊന്നും വേണ്ടി വരില്ല, നമുക്ക് ചെറിയൊരു ഡിസൈനിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് വേറെ നമുക്ക് എടുത്തു വെക്കാമല്ലോ. പിന്നെ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. ബട്ടർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ആ ചോക്ലേറ്റ് നന്നായിട്ട് അതിൽ കംപ്ലീറ്റ് അലിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമുക്ക് ഇതന്നെ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പുഡിങ്ങൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാഞ്ചോ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിലായിട്ട്, അത് തണുത്തിട്ടുണ്ട് കേട്ടോ ഈ ഗനാഷൊക്കെ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇതിലേക്ക് എടുക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് എന്തായാലും അതൊക്കെ നമ്മുടെ ഈ ഒരു ട്രേക്ക് അനുസരിച്ചാണ് കേട്ടോ, പുഡിംഗ് ട്രേക്ക് അനുസരിച്ചാണ് എടുക്കുക. പിന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് വളരെ കുറച്ച് മതി, കുറച്ച് അളവിൽ ഉണ്ടാക്കിയാൽ തന്നെ മതിയാവും അത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വാഞ്ചോ കേക്കിന് പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാമല്ലോ, ആ രീതിയിലൊക്കെ നമുക്ക് ഇതിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം വരച്ചെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ വരുന്ന പെരുന്നാളിന് നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യണേ പ്ലീസ്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. ഞാൻ ചോക്ലേറ്റ് ഗനാഷൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ ഇവിടെയൊക്കെ ഈദാണ്, ചിലർക്കൊക്കെ ഇന്നാണ് ഈദ് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം കാണാം. നാളെ വീഡിയോ ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.